നമസ്കാരം. വീണ്ടും മണിപ്പിച്ച് മലയാളം യൂട്യൂബ് ചാനലുകളിൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. അനദർ ഡേ അനദർ മാർക്കറ്റ്. 75 90 പോയിന്റ് വരയ്ക്ക് മാർക്കറ്റ് ഡൗണിലാണ് ഇരിക്കുന്നു. 100 എന്നും പറയുന്നു, 75 എന്നും പറയുന്നു. ആ റേഞ്ചിലാണ് മാർക്കറ്റ് അടിപെട്ടിരിക്കുന്നു. ഒരാളെ നോക്കുമ്പോൾ മാർക്കറ്റ് അടി വാങ്ങിയിരിക്കുന്നു. 5800 താഴെ പോകുമോ എന്നതാണ് ഇവിടുത്തെ പ്രോബ്ലം. റെക്കോർഡ് ചെയ്യുന്ന സമയം ഇന്നും ഒരു 45 മിനിറ്റ്സ് ഓഫ് ട്രേഡിംഗ് ടൈം ഇരിക്കുന്നു. ഞാൻ കുറച്ച് ലേറ്റ് ആക്കാൻ റെക്കോർഡ് ചെയ്യുന്നു. ദുബായിൽ നിന്ന് റെക്കോർഡ് ചെയ്യുന്ന കാരണം എന്താണ് ന്യൂസ് എന്ന് നോക്കാം. ഗോൾഡ് തിരികെ കയറിയിരിക്കുന്നു 12,400. അത് ഈ 12,400 12,500 തന്നെ ഇരിക്കുന്നു. തിരിയാതെ തന്നെ യു എസ് ഇൻഫ്ലേഷൻ എന്താകും, ജോബ് എന്താകും, ഇവർ മാർക്കറ്റിൽ 272 പോയിക്കൊണ്ടിരിക്കുന്നു. ഈ സമയം നിങ്ങൾ വിൽക്കണമെന്ന് പോയെങ്കിൽ 210 കിട്ടും. ഈ ചൈനയുടെ ഇഷ്യൂ കാരണം നടക്കുന്നതാണ്. നിങ്ങൾ സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് ചെയ്യണം. അതുപോലെ തന്നെ വെള്ളിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങളെ കൊണ്ട് ഫൈനാൻസ് ചെയ്യാൻ പറ്റൂല. ETF-ൽ ട്രാക്കിംഗ് എറർ വളരെ കൂടുതലാണ്. ഇതൊക്കെ ക്ലിയർ ആയിട്ട് നിങ്ങൾ നോക്കണം. ഗോൾഡ് സ്റ്റഡിയായിരിക്കുന്നു. ഉക്രൈനിൽ പീസ് അഗ്രിമെന്റ് സൈൻ ആകും എന്ന ഒരു ഹോപ്പും ഇരിക്കുന്നു. ആണ് ഗോൾഡിനും സിൽവറിനുമുള്ള ഇപ്പോൾ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ. ഇന്നലെ രണ്ടും കയറിയിട്ടുണ്ട്. ദുബായ്ക്ക് വന്നിട്ട് പൂർണ്ണ ആയുസ് ഇരിക്കുന്നു. ICUവിൽ ഇന്ന് വെന്റിലേറ്ററിനെ എടുക്കുവാണെങ്കിൽ ഉടനെ 91 നിന്ന് പോകുന്നു. ഇന്ന് രാവിലെ കൂടെ 9110 വരയ്ക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ എഞ്ചിനീയർ ഓടി വന്നു, ഡോളറായിട്ട് വിറ്റു. ഇപ്പോൾ ഡോളർ വിറ്റതിന് ശേഷം 9058 ഇരിക്കുന്നു. ഇന്നലെ ഈവനിങ് തന്നെ ഉറങ്ങാൻ പോയ എഞ്ചിനീയർ 90ക്ക് നൈറ്റ് പോയി ദുബായിൽ. സോ ഇന്നും അത് തന്നെ റിപ്പീറ്റ് ആവും. എത്ര ദിവസത്തിന് ഡോളർ വിൽക്കാൻ പറ്റുമോ അത്രയ്ക്കും വിൽച്ചുകൊണ്ടേയിരിക്കാം. അതും തീർച്ചയായിട്ടും അടിക്കും, അതിൽ നിങ്ങൾ സംശയിക്കേണ്ട. സോ ആ റേഞ്ചിൽ തന്നെ നമ്മൾ കളിക്കാം. അടുത്തതായിട്ട് ഇന്റർനാഷണൽ ന്യൂസിൽ ഒരു വലിയ ന്യൂസ് ഉണ്ടെന്ന്. ടൊയോട്ടയെ കുറിച്ചാണ്. 2022 ഇരുന്ന് ഫോർഡിൻ്റെ നമ്പർ ഓഫ് സെയിൽസ് ഇൻ ചൈനയിൽ 80% എഴുന്നിരിക്കുന്നു. അവിടെ മാരുതി സുസുക്കിൻ്റെ പേരൻറ് സുസുക്കിയും അതുപോലെ തന്നെ മിറ്റ്സുബിഷിയും ചൈന മാർക്കറ്റ് വേണ്ടെന്ന് പറഞ്ഞ് ഓടിപ്പോയി. നിസാൻ ഹോണ്ടയുടെ മാർക്കറ്റ് ഷെയറും കുറഞ്ഞിരിക്കുന്നു. പോലത്തെ ഒരു സിറ്റുവേഷനിൽ ടൊയോട്ടയുടെ ഷെയർ വന്നിട്ട് 14% തന്നെ അവിടെ ഇറങ്ങിയിരിക്കുന്നു. ചൈനയിൽ സർവൈവായി ചൈനയിൽ ത്രൈവ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു ടൊയോട്ട. എന്ന് പറഞ്ഞാൽ 1997 തന്നെ അവരവിടെ ഹൈബ്രിഡ് മോഡൽ ഇറക്കിയിരിക്കുന്നു. സോ അവരുടെ ഹൈബ്രിഡ് സെയിൽസ് അവിടെ നന്നായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം ഒരു ജാപ്പനീസ് വണ്ടീനെ ടൊയോട്ട വന്നിട്ട് $8,000 ഒരു ഓൾ ഇലക്ട്രിക് വണ്ടീനെ ഇറക്കിയിരിക്കുന്നു ആദ്യത്തെ പ്രാവശ്യം. അത് എന്ത് പേടിക്കുന്നു എന്നാൽ അത് വളരെ ചീപ്പ്. കാരണം ടൊയോട്ടയുടെ ബ്രാൻഡ് വേറെ ഡയലേറ്റ് ആകുമോ എന്നൊരു പേടിയുണ്ട്. ഇത് മാത്രമില്ലാതെ ആദ്യത്തെ പ്രാവശ്യം വന്ന് 100% കംപ്ലീറ്റ്ലി ഓൺ ലെസസ് ഫാക്ടറിയിലിരുന്ന് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ഒരു വർഷത്തിൽ 1,00,000 കാർ ചെയ്യുമെന്നാണ് സംസാരിക്കാൻ പെടുന്നു. പിന്നെ അവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യാൻ പോണതായിട്ടും പറയുന്നു. അവർക്കും എന്താണ് സർപ്രൈസ് എന്നാൽ ഒരു ജാപ്പനീസ് ബ്രാൻഡ് എങ്ങനെയാണ് ഇത്രയും ദിവസം സർവൈവ് ആവുന്നത് എന്നാണ്. ഇതിന് വന്നിട്ട് ഒരു റീസൺ എന്ന് നോക്കുമ്പോൾ ഡീപ്പ് പാർട്ണർഷിപ്പിനെയും പറയാം. ചൈനീസ് പാർട്ട്നേഴ്സിൻ്റെ ഒപ്പം ചേർന്ന് ലൊക്കലൈസേഷനെ ടൊയോട്ട വേറെ ലെവലിൽ കൊണ്ടുപോയിരിക്കുന്നു എന്ന് റിപ്പോർട്ട് പറയുന്നു. പ്രളയം എന്തെന്ന് വെച്ചാൽ ഇന്നലെ ഫോർഡ് കടയുടെ മൂടി EVയിൽ. ഇനിയും ഇതുപോലത്തെ ന്യൂസുകളുണ്ട്. ഇന്ത്യയിലും ടൊയോട്ട തന്നെ ഒരേ കാർ വെയിറ്റിംഗ് ലിസ്റ്റിലിരിക്കുന്നു. നിങ്ങളിപ്പോൾ ഒരു ഇന്നോവ ക്രിസ്റ്റ വാങ്ങണമെങ്കിൽ 3 മാസം വെയിറ്റിംഗ് ലിസ്റ്റിലിരിക്കണം. സോ ഇതുപോലെ ഒരു ഡിമാൻഡിലിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ടൊയോട്ട ഒന്ന് തന്നെ 2 വർഷമായിട്ട് നമ്മൾ ടൊയോട്ടനെ വച്ചിരിക്കുന്നു. ഇപ്പോൾ ജപ്പാനിൽ ഇൻട്രസ്റ്റ് റേറ്റ് കയറുവാണെങ്കിൽ ടൊയോട്ട കുറച്ച് വിളാൻ ചാൻസ് ഇരിക്കുന്നു. ആ സമയം കൊണ്ട് നിങ്ങൾ ടൊയോട്ടനെ കൺസിഡർ ചെയ്യാം. അടുത്ത ഇൻ്റർനാഷണൽ ന്യൂസ് എന്തെന്ന് വെച്ചാൽ ഇന്ന് സ്പേസ് എക്സിൻ്റെ വാല്യുവേഷൻ വന്നിട്ട് സർജായിട്ടുണ്ട്. PO ഇടാൻ പോകുന്നു എന്ന് പറഞ്ഞ ഉടനെ സർജായിട്ടുണ്ട്. IPO പറഞ്ഞ മുമ്പ് $1 ട്രില്യൺ താണ്ടും. അതിനുശേഷം ഈ 8.5 ട്രില്യണിന് ടെസ്ലയുടെ വാല്യൂ പോയെങ്കിൽ അവർ മൾട്ടി ട്രില്യണിയർ ആവും. കുറേ ദിവസം നമ്മുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് തന്നെ $1 ട്രില്യൺ നോക്കിക്കൊണ്ടിരുന്നു. ആദ്യമായിട്ട് ഒരു മനുഷ്യൻ $1 ട്രില്യൺ വാല്യൂ നോക്കി പോകാൻ പോകുന്നു. പറഞ്ഞതുപോലെ ഇത് 2 കാര്യത്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ഇന്ന് വന്നിട്ട് അഫ്കോഴ്സ് അവർ ടെക്നോളജിയിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവന്നു. ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ബട്ട് മെയിനായി എന്തെന്ന് വെച്ചാൽ ഡോളറിൻ്റെ വാല്യൂവും ഫേക്ക് കറൻസിൻ്റെ വാല്യൂവും ഇത്രയും മോശമായിട്ട് പേരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റുന്നു. ആൻഡ് കോളേജ് മുടിക്കുന്ന സമയം ഒരുത്തൻ്റെ അടുത്ത് 10 ലക്ഷം രൂപ ഉണ്ടായിരുന്നെങ്കിൽ അവൻ്റെ പേര് വെൽത്തി എന്നാണ്. മാസം 10 ലക്ഷത്തിന് ശമ്പളം വാങ്ങുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. അതുപോലെയാണ് ഇപ്പോൾ ഇരിക്കുന്ന സിറ്റുവേഷൻ. ഇപ്പോൾ നോക്കുമ്പോൾ ഈ കോടീശ്വരസ് എന്ന് പറയുന്നത് ഒരു വളരെ കോമൺ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അവിടെയെങ്കിലും ഒരു ബില്യൺ ട്രില്യൺ എന്നുണ്ടായിരുന്നു. നമ്മളെ സ്ഥലങ്ങളിൽ 100 കോടിക്കും ഒന്നുമില്ല, 1000 കോടിക്കും ഒന്നുമില്ല. തമിഴിൽ
ഡിക്ഷണറി ഇവരെക്കുറിച്ച് വിവരിക്കാൻ ഒരു പുതു വാർത്ത ഇന്ത്യൻ ഡിക്ഷണറി ആൻഡ് തമിഴ് ഡിക്ഷണറിയിലൊക്കെ കൊണ്ടുവരണം. ബില്ലേനിയറിന് തമിഴാക്കം എന്താണ് ചെയ്യാൻ പോകുന്നു, ബില്ലേനിയറിന് തമിഴാക്കം എന്താണ് ചെയ്യാൻ പോകുന്നു എന്നൊക്കെ കൊണ്ടുവരണം. ഇന്ത്യയിലും രൂപ ടൈംസിൽ പെട്ടെന്ന് 1,00,000 കോടിക്ക് മുകളിൽ പല ഇൻഡിവിജ്വൽസ് വച്ചിരിക്കും. ഒന്നാം ഇരിക്കുന്ന സമയം ഒരു പേടിയും നമുക്കില്ല, നമുക്ക് ജോളിയായിട്ട് വെയിറ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള സ്റ്റോക്സിനെ മാത്രം 1-2 എന്ന് നമ്മൾ കൺസിഡർ ചെയ്യാം. ഈ നമ്മൾ സ്വർണ്ണത്തെക്കുറിച്ച് സംസാരിക്കുന്ന കാരണം ജോയ് അൽക്കാസിനെ കുറിച്ച് നോക്കാം. പബ്ലിക് ഇഷ്യൂ ജോയ് അൽക്കാസ് തന്നെ ഇടാൻ പോകുന്നു എന്ന് തോന്നുന്നു. എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഫാസ്റ്റായിട്ട് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. 3,600 കോടി ഇൻവെസ്റ്റ് ചെയ്യാൻ പോണതായിട്ട് പറയുന്നു. 3,600 കോടി ഇൻവെസ്റ്റ് ചെയ്ത് 20-27 അകത്ത് ടേൺ ഓവറായിട്ട് 10,000 കോടി കൊണ്ടുവരാൻ പോണതായിട്ട് പറയുന്നു. ഒക്കെ അവർ പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്യുന്നു എന്നാൽ പബ്ലിക് ഇഷ്യൂവിന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അർത്ഥം. അതുപോലെ തന്നെ ജുവലറി ഫീൽഡിലും മലബാർ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു എന്ന ഒരു ന്യൂസ് നമ്മളടുത്ത് വരുന്നു. അതായത് നിങ്ങൾ 2 പബ്ലിക് ഇഷ്യൂ ഇതിൽ നോക്കാം. അടുത്ത വർഷം ജോയ് അൽക്കാസും മലബാറും അന്ന് എന്താണ് വാല്യുവേഷൻ ഇരിക്കുന്നു, എന്താണ് കാരണം എന്നൊക്കെ നോക്കി തന്നെ നമ്മളെ കൊണ്ട് പറയാൻ പറ്റും. പക്ഷേ ഇങ്ങനെ IPOയിൽ ഇരുന്ന് കാശ് വെളിയിൽ പോകണമെങ്കിൽ ഈ PE ഫണ്ടിൽ നിന്ന് കാശിട്ടവർ കാശിനെ വെളിയിൽ എടുത്തുകൊണ്ട് പോകുന്നു. മെനിങ്ങാന്ന് വേക്ക് ഫിറ്റ് IPOയെ കുറിച്ച് എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കഥ തന്നെ നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് എനിക്ക് തോന്നുന്നു. വേക്ക് ഫിറ്റ് IPO തീർന്ന് സക്സസ്ഫുൾ ആയിട്ട് ഒരു PE ഫണ്ട് വെളിയിൽ പോയി. സ്ലീപ്പ് കമ്പനി പോലെയാണ്. കാശിനെ 3 മടങ്ങ് വെളിയിൽ എടുത്തുകൊണ്ട് പോയി 10 വർഷത്തിലെന്ന് പറഞ്ഞു. അവൻ്റെ PE ഫണ്ടിനെ ഡോളറിൽ നോക്കണം. ഡോളറിൽ നോക്കുവാണെങ്കിൽ 2 ടൈംസ് തന്നെ അവന് കിട്ടിയിരിക്കുന്നു. 10 വർഷത്തിൽ 2 മടങ്ങ് തന്നെ കാശ് കയറിയിരിക്കുന്നു. എന്നാൽ ഒരു FD തന്നെ വളരെ ബെറ്റർ റിട്ടേൺ, 7% റിട്ടേൺ, 7% ഡോളർ റിട്ടേണിന് ഒരു അമേരിക്കയിൽ തന്നെ ഇരുന്നുവെങ്കിൽ S&P 500 തന്നെ ബെറ്റർ റിട്ടേൺ തന്നിരിക്കുമെന്ന് പറയുന്നു. ഈ NVIDIA അതുപോലത്തെ ലോട്ടിൽ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിലും പല കാര്യങ്ങൾ നടന്നിരിക്കും. അടുത്ത് ഇന്ത്യയിൽ UKTയിൽ ഇട്ടത് വലുതായി ഒന്നും കിട്ടിയില്ല എന്നാണ് അർത്ഥം. ഇത് കാരണം പല ആൾക്കാർ ഇന്ത്യയെ വിട്ട് വെളിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു എന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഓല സോലയെ കുറിച്ച് ഇന്നൊരു കഥ. സോല പ്രൊമോട്ടർ 260 കോടി രൂപ കടൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് അവർ സ്റ്റോക്കിനെ പ്രെഡിക്റ്റ് ചെയ്തു. വാല്യൂ ഇറങ്ങുന്ന സമയം ഇന്നും സ്റ്റോക്ക് കൊടുക്കുമെന്ന് ബാങ്കിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇന്നും കുറച്ച് ടോപ്പപ്പ് ചെയ്ത് സ്റ്റോക്കിനെ വിറ്റു, ക്യാഷാ കിട്ടിയിരിക്കുന്നു. അങ്ങനെയെന്ന് വെച്ചാൽ എന്തെന്ന് വെച്ചാൽ അവരെ ഷെയറിൻ്റെ മുകളിൽ അവർക്ക് തന്നെ വിശ്വാസമില്ല എന്നാണ് അർത്ഥം. ഓലയുടെ ഗതി അതോ ഗതിയാണ്. ഓലയെക്കുറിച്ച് സംസാരിച്ച കാരണം ഇന്ന് ദുബായിൽ ഞാൻ കണ്ട ഒരു സൈറ്റിനെ കുറിച്ച് പറയണം നിങ്ങളടുത്ത്. ഇത്രയും ദിവസം ഫ്യൂച്ചറിനെ വന്നിട്ട് ഞാൻ ഡിസ്ക്രൈബ് തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ഇന്ന് കണ്ണുകൊണ്ട് കണ്ടതിന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നു. ഒരു 7 പേർ ഇരിക്കേണ്ട വണ്ടി ഒന്ന് ഫാൻ പോലെ ഇരിക്കുന്നത് അത് വിചാരിക്കുമ്പോൾ അത് വേകുമെന്ന്. എങ്കിൽ അത് അമേസോണിൻ്റെ ഒരു പ്രോഡക്റ്റായി കൂടെ ഇരിക്കാം. ഇത് ടെസ്ലയുടെ അത് ഇല്ല എന്ന് തീർച്ചയായിട്ടും അറിയാം. എന്ന് പറഞ്ഞാൽ അത് ഫുൾ ഇലക്ട്രിക് വണ്ടിയല്ല. അതായത് അത് ഡ്രൈവർലെസ് ആയിട്ട് അത് ടാക്സിയിൽ ആളിനെ പിക്കപ്പ് ചെയ്തിട്ട് പോയത് ഞാൻ കണ്ടായിരുന്നു ഹോട്ടൽ ലോബിയിൽ. പേടിച്ചായിരുന്നു അത് കണ്ടതും. അതിൻ്റെ പാട്ടിന് വന്നു, ആൾക്കാരൊക്കെ കയറി ഇരുന്നു, പിന്നെ അതിൻ്റെ പാട്ടിന് പോകാൻ തുടങ്ങി. ഇതിലൊരു ബോർഡ് മാത്രമാണ് അതിലിട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരു വണ്ടീനെ ഞാനും ലൈവിൽ കണ്ടായിരുന്നു. അത് കണ്ടത് എനിക്ക് മനസ്സിലായി ഫ്യൂച്ചർ ഇസ് ഹിയർ എന്നാണ്. 1.5 കിലോമീറ്റർ അത് പോകുന്നത് ഞാൻ കണ്ടായിരുന്നു. സേഫാ തന്നെ പോകുന്നു. ട്രാഫിക് റൂട്ടിൽ പോയി നോക്കുവാണെങ്കിൽ ഇത് വളരെ സേഫാണ്. ഇതിനെ ഞാൻ എൻ്റെ കണ്ണ് മുമ്പേ, അതായത് ഫ്യൂച്ചറിൻ്റെ കണ്ണിന് മുമ്പേ കണ്ടത് എനിക്ക് വളരെ ഒരു അൺഎക്സ്പെക്റ്റഡ് ഒരു മൊമെൻ്റ് ആയിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ സ്ഥിതിയെങ്കിൽ ഡ്രൈവിംഗ് കമ്മ്യൂണിറ്റിയൊക്കെ എന്താകും? ഇനി ഒരു 10 വർഷത്തിൻ്റെ അകത്ത് ഇന്ത്യയിൽ വരും എന്നൊരു വിശ്വാസം എനിക്ക് വന്നു. ശരി, ഇപ്പോൾ റിലയൻസിൽ കാശ് ഒരുപാട് പോയി. കാരണം ക്യാമ്പ മാത്രം ചെയ്താൽ പറ്റൂല, മാത്രം ചെയ്താൽ പറ്റൂല എന്ന് പറയുന്നു. SAL എന്ന് ഇന്ത്യയിൽ ഒരു ബ്രാൻഡ് ഉണ്ടായിരുന്നു. ഇത് 75 വർഷം പഴക്കമുള്ള ഒരു ബ്രാൻഡാണ്. ആ ബ്രാൻഡ് കെച്ചപ്പ് സോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ബ്രാൻഡിനെ വാങ്ങിയുകൊണ്ട് തിരികെ റീലോഞ്ച് ചെയ്തിരിക്കുന്നു. സൂപ്പ് നൂഡിൽസ്, കൊറിയൻ നൂഡിൽസ്, കെച്ചപ്പ് ഫ്രം റിയൽ ടൊമാറ്റോ, ഇതൊക്കെ പാതി വിലയ്ക്ക് ഹിന്ദുസ്ഥാൻ യൂണിലിവറും എസ്ലയും കൊടുക്കുന്നതിന് പാതി വിലയ്ക്ക് സപ്ലൈ ചെയ്യാൻ പോകുന്നു എന്ന് കേത്തൻ മോദി എന്ന ആൾ പറഞ്ഞിട്ടുണ്ട്. കേത്തൻ മോദി വന്നിട്ട് RCPL എന്ന് ബനീർ, അതായത് റിലയൻസ് കൺസ്യൂമർ പ്രോഡക്റ്റ് പോലെ കാശിനെ വിരയം ചെയ്യുന്ന ഡിവിഷന് ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ ഇതൊക്കെ വളരെ ലാഭമൊന്നും കാണിക്കത്തില്ല. ഇതിനെ വെറും ജിയോ സ്റ്റോറിൽ മാത്രം തന്നെ നിങ്ങൾ വയ്ക്കാൻ പറ്റും. വേറെ ഇതിനെ വാങ്ങുന്ന എത്രയും മാർക്കറ്റ് ഷെയർ ഇത് പിടിക്കുമെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. വളരെ കഷ്ടമാണ് ഇതിനെ ചെയ്യുന്നത്. ചെയ്യാൻ ഇറങ്ങിയിരിക്കുന്നു. കാരണം ഈ ബിസിനസ് ഇപ്പോൾ സ്റ്റാർട്ടായിട്ടുണ്ട്.
ആദിത്യ ബിർളയുടെ സെഞ്ചുറി ടെക്സ്റ്റൈൽസിൽ വന്ന പേപ്പർ ബിസിനസ്സിന് ITCക്ക് വിറ്റിരിക്കുന്നു. ITC അതിനെ വാങ്ങിയാണ്ട് CCI അപ്രൂവലിന് ഇട്ടിരിക്കുന്നു. CCIയിൽ നിന്ന് ഇന്ന് അവർക്ക് അപ്രൂവൽ വന്നിരിക്കുന്നു. ഈ പൽപ്പിലിരുന്ന പേപ്പർ ചെയ്യുന്ന ബിസിനസ് അക്വയർ ചെയ്യാമെന്ന് വന്നിരിക്കുന്നു. എന്ന് വെച്ചാൽ ക്ലാസ്മേറ്റ് നോട്ട്ബുക്കും പേപ്പർ ക്രാഫ്റ്റ് നോട്ട്ബുക്കിനെയും ഇൻ്റഗ്രേഷനിൽ അടുത്ത സ്റ്റെപ്പിന് ITC എടുത്തുകൊണ്ട് പോയിരിക്കുന്നു. നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കണം ഇതിന്. അടുത്തത് എന്തെന്ന് വെച്ചാൽ വേദാന്ത അതിനെ തനിത്തനിയായിട്ട് പിരിക്കാൻ വേണ്ടിയിട്ട് ഇഷ്യൽ അപ്രൂവൽ NCLT വന്നിരിക്കുന്നു. ഉടനെ വേദാന്ത സ്റ്റോക്കിനെ മുകളിൽ തൂക്കിയിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ വേദാന്ത സ്റ്റോക്ക് മുകളിൽ കയറാൻ കാരണം സിൽവറിൻ്റെ വിലയാണ്. ഹിന്ദുസ്ഥാൻ സിങ്കിൽ റെഡിയാകുന്ന സമയം വെള്ളിയും അതിൻ്റെ ഒപ്പം വെളിയിൽ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം വെള്ളിയുടെ ലാഭം വന്നവർക്ക് കൂടുതൽ വരും. ഒരുപാട് വെള്ളി ചെയ്യും. ആ വെള്ളിയുടെ വില അവരെ ബൂസ്റ്റ് ചെയ്യും. ഇതൊക്കെ ചെയ്തതിൻ്റെ ശേഷം കൂടെ ഏതെങ്കിലും 2-3 അസറ്റിനെ വിൽക്കാതെ കറണ്ട് ലെവലിൽ ഇരിക്കുന്ന കടനെ കുറയ്ക്കാൻ പറ്റുമോ? ഇതൊരു വലിയ ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യനിൻ്റെ ആൻസർ അവർ തന്നെ പറയണം. വാർണർ ബ്രദേഴ്സ് എന്ത് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ പാരമൗണ്ടും ജെറാക് കുഷ്നർ കൊടുത്ത ഡീല് ശരിയല്ല. ഞങ്ങൾ നെറ്റ്ഫ്ലിക്സ് ഡീലിൽ നിന്ന് തന്നെ റെക്കമെൻഡ് ചെയ്യുന്നു. അവിടെ എല്ലാവരും നെറ്റ്ഫ്ലിക്സ് ഡീലിൽ നിന്ന് തന്നെ വോട്ടിടണമെന്ന് വാർണർ ബ്രദേഴ്സ് വന്നിട്ട് അവർ ഷെയർ ഹോൾഡറിന് പറഞ്ഞിരിക്കുന്നു. പക്ഷെ ട്രംപ് വന്നിട്ട് ഞാൻ അതിനെ സമ്മതിക്കുന്നില്ല, എതിർത്താണ് നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് പറഞ്ഞാൽ ഈ ഹോളിവുഡിൽ ജോലി ചെയ്യുന്ന ഈ ഇൻഡസ്ട്രിയിൽ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാർ അതിനെ സമ്മതിച്ചില്ല, അതിനെ എതിർത്താണ് നിൽക്കുന്നു. ഇത്രയും പേർ എതിർത്താലും ഈ മാർച്ച് ഓഫ് ടെക്നോളജി അന്നുകൊണ്ട് കണ്ടതും വാർണർ ബ്രദർ നെറ്റ്ഫ്ലിക്സും വന്ന് ടെക്നോളജി മാറുന്ന സമയം ആരെ കൊണ്ടും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് തിരികെ 1 സ്റ്റെപ്പ് ബാക്ക് പോകാൻ പറ്റൂല എന്ന് ഡെഫിനറ്റായിട്ട് റിയലൈസ് ചെയ്യണം. വെച്ചാൽ തിരികെ പോകുന്നത് എന്ന് പറയുന്നത് നോട്ട് പോസിബിൾ. നമ്മളെ ലിസ്റ്റിലിരിക്കുന്ന എല്ലാ ഷെയറും വിൽക്കാതെ തന്നെ ഇരിക്കും. നിങ്ങൾ 1-2 എന്ന ലെവലിൽ ആവശ്യമുള്ള ഷെയറിനെ കൺസിഡർ ചെയ്യാം. എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് എന്ത് അറ്റംപ്റ്റ് ചെയ്തും മുകളിൽ പോയില്ല, വളരെ മുകളിൽ പോകുമെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ട. അതുപോലെ തന്നെ ഒരുപാട് IPOs ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാം കാശ് ഇട്ടുകൊണ്ടേ ഇരിക്കുന്നു. പൊട്ടൻഷ്യൽ IPOൻ്റെ ഇഷ്യൂ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ICICI പൊട്ടൻഷ്യലിൻ്റെത് ഇൻസി ഈ പൊട്ടൻഷ്യൽ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. വലിയ ഒരു പ്രീമിയം ലാൻസ് ആകത്തില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സമയം ഇന്ന് ഇന്ത്യയിൽ ഗവൺമെൻറ്റും നോക്കി ഞങ്ങളും കുറച്ച് കാശ് എടുക്കുന്നു എന്ന് പറഞ്ഞ് ഓവർസീസ് ബാങ്കിൽ 3% ഓഫർ ഫോർ സെയിലിൽ വിൽക്കുന്നതായിട്ടിരിക്കുന്നു. ഇത് 2% വയ്ക്കും. ഇതിൻ്റെ ശേഷം എക്സ്ട്രാ 1% വിൽക്കും. ഇടയ്ക്കും IDBI ബാങ്ക് പ്രൈവറ്റൈസ് ചെയ്യുമെന്ന് റെക്കോർഡർ പറഞ്ഞതുപോലെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു. അവർ വേണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. പോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒരുപാട് കഷ്ടമാണ്. മാനേജ്മെൻറ്റ് കൺട്രോൾ വന്നിട്ട് IAS ഓഫീസറിൻ്റെ അടുത്താണ് ഇരിക്കുന്നത്. ഇത് കാരണം ബാങ്ക് കറക്റ്റായിട്ട് മൂവ് ആകും എന്നൊരു വിശ്വാസം എനിക്കില്ല. ഇന്ത്യൻ ഓവർസീസ് ബാങ്കിനെ ഇൻകൺസിഡർ ചെയ്യേണ്ട. ഇതൊക്കെയാണ് ഇന്നുള്ള വാർത്തകൾ. നടന്ന കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ടും കെയർഫുള്ളായിട്ടും നിങ്ങളിരിക്കണം. ഇത് പറഞ്ഞാൽ മാർക്കറ്റ് ഒരു പുഷ് ഡൗൺ ആയെങ്കിൽ പെട്ടെന്ന് 24,500 വരയ്ക്കും ഇറങ്ങാം. എന്ന് പറഞ്ഞാൽ ഇത്രയും ന്യൂസ് കൊടുത്ത് എനർജി ഇഞ്ചക്ഷൻ കൊടുത്ത് സ്റ്റെറോയിഡ്സ് കൊടുത്തും കിட்ட കൊണ്ട് എളിക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ കിട്ട് താളം പോകാൻ ചാൻസ് വളരെ നന്നായിട്ടുണ്ട്. നെഗറ്റീവ് ന്യൂസ് വന്നെങ്കിൽ കിട്ട് താളം പോവും. കാരണം ഫുള്ളായിട്ട് ഡിപ്ലോയ് ചെയ്യാതെ 2 തന്നെ ഡിപ്ലോയ് ചെയ്ത് നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. നന്ദി, നമസ്കാരം.